Good morning, everyone. Welcome to Adda247 Malayalam channel and welcome to Bankers Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian and welcome to our session. നമ്മുടെ എല്ലാ ദിവസവും ഉള്ള റെഗുലർ ആയിട്ടുള്ള സെഷനാണ് ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ആൻഡ് വൊക്കാബുലറി ഡിസ്കഷൻ. അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും 8 മുതൽ 9 വരെ നമ്മൾ സെഷൻ കണ്ടക്ട് ചെയ്യും. ഇതിൽ വൊക്കാബുലറി ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് റെഗുലർ ആയിട്ടുള്ള സെഷനാണ്. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് ഉഷാറായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോട്ടിന് ഇതാണ്: ദ പീപ്പിൾ ഹു ആർ ക്രേസി എനഫ് ടു ബിലീവ് ദാറ്റ് ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ആർ ദ വൺസ് ഹു ഡു. ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും അല്ലേ, ദേ ബിലീവ്, വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ്, മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് അവർക്ക് മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ദേ ആർ ദ വൺസ് ഹു ഡു ഇറ്റ്. ബിലീവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ no matter what happens, ആരൊക്കെ എന്തും പറഞ്ഞോട്ടെ, if you believe that you can change the world or you can change the system, do it. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ സെഷനിലെ സമ്മറി. നമ്മുടെ സെഷൻ ഇങ്ങനെയാണ് പോവുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക്, നമ്മൾ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സെഷൻ ചെയ്തപ്പോൾ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇന്നത്തെ ഹോംവർക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ തരും. അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ റീഡിംഗ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ നോക്കുന്നു, ആർട്ടിക്കിളിൻ്റെ ടോണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതിനുശേഷം അതിലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ശേഷം വൊക്കാബുലറിയിൽ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഒക്കെ നോക്കുന്നു. ആൻഡ് ദെൻ സിനോണിംസ്, ആന്റണിംസ് എക്സെട്ര. ഓക്കെ, ഗുഡ് മോർണിംഗ് പീപ്പിൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: There were plans to announce one big award akin with a Nobel Prize, but none has been announced so far. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം എക്സാമിന് വരാറുള്ള ടൈപ്പ് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കണേ എല്ലാ തവണയും അല്ലേ. ഈ സ്പോട്ട് ദാറ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ എല്ലാ എക്സാമിനും വരുന്ന പോലെയാണ്. സോ ആൻസർ പറഞ്ഞു, പെട്ടെന്ന് ആൻസർ പറഞ്ഞു, വേഗം ആൻസർ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് ദി ആൻസർ? വേഗം ഒന്ന് ആൻസർ തരുമെങ്കിൽ നമുക്ക് വേഗം കാര്യങ്ങൾ നടക്കാം. ഓക്കെ, എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? ഇവിടെ ഒരു ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട് അല്ലേ, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്. എന്തിൻ്റെ ഫിക്സഡ് പ്രൊപ്പോസിഷനാ? അക്കിൻ എന്ന അഡ്ജക്റ്റീവിൻ്റെ. അക്കിൻ എന്ന് പറഞ്ഞാൽ സിമിലർ എന്നാണ്, ഒരു കാര്യത്തോട് ക്ലോസ് ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള എന്നാണ് അക്കിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അക്കിൻ എന്ന വാക്കിനോട് ചേർന്ന് ഒരിക്കലും നമുക്ക് വിത്ത് കൊടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് പ്രൊപ്പോസിഷൻ ഫിക്സ്ഡ് ആണ്, ടു കൊടുക്കണം. അക്കിൻ ടു സംതിങ്, സിമിലർ ടു സംതിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇവിടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ് ടു എന്നുള്ളത്. So here we go with another question. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് ആൻസർ അത് എടുത്തു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, ഇത് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 18-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ: But the theocratic regime remains vulnerable from more such shocks. From the theocratic regime remains vulnerable from more such shocks. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരണം കേട്ടോ. ആൻസർ എല്ലാവരും കോമന്റ് സെക്ഷനിൽ തരിക ക്ലാസ്സിന് ശേഷം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയണ്ടേ. ഒരു ആർട്ടിക്കിൾ എന്താ വെച്ചാൽ അമേരിക്കയുടെ പോളിസി ടുവേർഡ്സ് US പോളിസി ടുവേർഡ്സ് ഇറാനിനോടുള്ള US പോളിസി എന്താണ്, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പീപ്പിളിനെ അഫക്റ്റ് ചെയ്തത്, ലൈഫ് ഓഫ് ദ പീപ്പിൾ, ഇറാനിയൻ പീപ്പിളിനെ എത്രമാത്രം അത് അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ US പോളിസി കാരണം ലൈഫ്സ് ഓഫ് പീപ്പിളിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല, ബെറ്റർ ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റി, ഒരു പോളിസിയെ പറ്റിയുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഫോർ യുവർ ഇൻഫോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ഒരുപാട് റീഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ബട്ട് മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട് നമ്മുടെ ഗുഡ്സ് എക്സ്പോയെ പറ്റി, ഗുഡ് എക്സ്പോർട്സിനെ പറ്റി കേട്ടോ. ഇന്ത്യയുടെ ഗുഡ്സ് എക്സ്പോർട്സ് എങ്ങനെയാണ്, അതിൻ്റെ രീതി എങ്ങനെ വന്നിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്തിട്ടാണോ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ഇന്നുണ്ട്. ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊന്ന് ഇക്കണോമിക്സിൽ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് ഇതിൽ നിന്ന് തന്നെ പാരജമ്പിൾസ്, ക്ലോസ് ടെസ്റ്റ് ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ് അല്ലേ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആസ് വെൽ. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗിവ് ഇറ്റ് ടു റീഡ്. നമുക്ക് വായിക്കാം. നമ്മുടെ കേസിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓറിയൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓറിയൻറ്റേഷനൊക്കെ ആയിട്ട്, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് 21-ാം തീയതിയാണ് ഒഫീഷ്യലി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക, അക്കോർഡിംഗ് ടു പ്രോപ്പർ ഓർഡർ, നമ്മുടെ സിലബസ് ടൈം ടേബിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 4500 രൂപയാണ് കോഴ്സ് ഫീ, പക്ഷേ 4399 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം വൈകാതെ തന്നെ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കാരണം വെച്ചാൽ
നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാൻ നിൽക്കരുത്. പഠിക്കുക, ടെസ്റ്റ് സീരീസ് അതിലൂടെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാണ്. അതുപോലെ നിങ്ങൾക്കറിയാം അതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ, മെൻറ്റർ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ബാച്ച് പോവുക. ലൈവ് സെഷൻസ് ആണ്. ലൈവിന് ശേഷം അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ബാച്ച് ആരംഭിച്ചായിരുന്നു. അപ്പോൾ ഫയർമാന് വേണ്ടി പഠിക്കുന്നവർ തകൃതിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയുള്ള ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കേസ് ബാച്ച് മെഗാ പാക്കിലില്ല, ബട്ട് ഫയർമാൻ ബാച്ചും അതുപോലെ ഡയറക്റ്റ് ഫ്രം ഇൻസ്ട്രക്ടറിൻ്റെ 8ാമത്തെ ബാച്ചും അങ്ങനെയുള്ള മറ്റു ബാച്ചുകളൊക്കെ നമ്മുടെ മെഗാ പാക്കിലുണ്ട്. അപ്പോൾ ഓൾറെഡി മെഗാ പാക്ക് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് അവിടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അല്ലാത്തവർ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. 2400 രൂപയ്ക്കുള്ളിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോറിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം പർച്ചേസ് ചെയ്യാം. മെഗാ പാക്ക് പർച്ചേസ് ചെയ്തവർക്ക് അതും ആവാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു നമ്മുടെ ആർട്ടിക്കിൾ. സോ ഇന്നത്തെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇതാണ്, ടെസ്റ്റിംഗ് ടൈംസ്. ടെസ്റ്റിംഗ് ടൈംസ് ആണ്, പരീക്ഷണമാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ, നോട്ട് എ ഗുഡ് വേ ആണ് ടെസ്റ്റിംഗ് ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ ടൈറ്റിലുകൊണ്ട് നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലല്ല നമ്മുടെ ഗുഡ്സ് എക്സ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. എല്ലാവരും ഉഷാറാണല്ലോ, കൂടെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് ടൈംസ്, യെസ്. ഓഗസ്റ്റ് ഫോറിൻ ട്രേഡ് നമ്പേഴ്സ് ആർ വറീസം യെറ്റ് ഹോൾസം ഹോപ്പ്. ഓഗസ്റ്റിലെ നമ്മുടെ ഫോറിൻ ട്രേഡിൻ്റെ നമ്പേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വറീസമാണ്, കുറച്ച് ട്രബിൾസമാണ്, ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും കുറച്ച് ഹോപ്പും കൂടെ അതിലുണ്ട്. സം ഹോപ്പ് ഉണ്ട് താനും. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇന്ത്യസ് ഗുഡ്സ് exports shrank from the 7th consecutive time and the 9th time in the 11 months this August, while imports surged to hit the highest level since March this year. അപ്പോൾ നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്, അതായത് കുറഞ്ഞിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര ഇതായിട്ട് 7th ടൈം കോൺസിക്യൂട്ടീവ് സമയം, 7ാമത്തെ തവണയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് 7ാം തവണയാണ്. മാത്രമല്ല ഈ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് 11 മാസത്തിനിടയിൽ 9ാമത്തെ തവണയായത്, 9th ടൈം ഇൻ 11 months ദിസ് ഓഗസ്റ്റിൽ. അതേസമയത്ത് ഇമ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, അതേസമയത്ത് നമ്മൾ ഇമ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് എക്സ്പോർട്സിൻ്റെ കാര്യമായിട്ട് കുറവ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇമ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടിൽ കുറച്ച് സാരമായ നമുക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട്, സർജ് സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഇമ്പോർട്ട് നടന്നത് ഇത്തവണയാണ്. ഈ മാർച്ച് മുതൽ ഈ ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട്സ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ലിറ്റിൽ ഹോപ്പ് നമുക്കുണ്ട്, ലിറ്റിൽ കുറച്ചുണ്ട് കേട്ടോ, സം ഹോപ്പ് ഉണ്ട്. At $58.6 billion, inbound shipments were still 5.2% below last August levels. But exports fell by a relatively steeper 6.9%, leading to a $24.2 billion trade deficit, the widest since October 2022. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അതിൻ്റെ എക്സാമ്പിളാണ് വിത്ത് ഡേറ്റ. ആദ്യം നമുക്കറിയാം എപ്പോഴും പാരജമ്പിളൊക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ, ആദ്യം എന്ത് ചെയ്യും, ആദ്യം കണ്ടന്റ് പറയും, തിയറി പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ എക്സാമ്പിൾ പറയും. സോ സെയിം സാധനം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. $58.6 billion ഇൻബൗണ്ട് ഷിപ്മെൻറ്റ്സിൽ എടുത്ത് നോക്കുവാണെങ്കിൽ 52.2% ബിലോ ആണല്ലോ ഓഗസ്റ്റ് ലെവലിൽ നിന്ന്. അപ്പം അത് പക്ഷേ എക്സ്പോർട്ടിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ അത് കൂടിയിട്ടുണ്ട്, മറ്റേ ഇമ്പോർട്ടിൻ്റെ കാര്യം. പക്ഷേ എക്സ്പോർട്ടിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ സ്റ്റീപ്പറാണ്, കുറഞ്ഞു, 6.9% കുറവുണ്ട്, ലീഡിങ് ടു $24.2 billion ട്രേഡ് ഡെഫിസിറ്റ് അതിൽ വന്നിട്ടുണ്ട്. ആ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതായത് വൈഡസ്റ്റ് ആയിട്ട് നമ്മൾ ഒക്ടോബറിൽ 2022 മുതൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ആ ഒരു 11 monthsiനുള്ളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് വന്ന് ഇത്തവണയാണ് എന്നാണ് പറയുന്നത്. So goods exports are now down 11.9 so far this year and imports have dropped 12.1%. അപ്പം ഇവിടെ നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് നോക്കുവാണെങ്കിൽ 11.9% so far ആണ് ഈ ഒരു ഇയറിൽ മൊത്തം എടുത്ത് നോക്കുവാണെങ്കിൽ. ഇമ്പോർട്ട്സ് ഡ്രോപ്പ് ചെയ്ത് 12.1%-ലേ ഉള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ്, സർവീസസ് എക്സ്പോർട്ട്സ് ഫോർ ലാസ്റ്റ് മന്ത് വിൽ ബി നോൺ ലേറ്റർ. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗുഡ്സ് എക്സ്പോർട്ടാണ്, സർവീസസിൻ്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സർവീസസിൻ്റെ എക്സ്പോർട്ട് അടുത്തൊരു ലേറ്ററിലോട്ട് നമുക്ക് ലാസ്റ്റ് മന്തിനെ പറ്റി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ലാസ്റ്റ് മന്തിനെ പറ്റിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ബട്ട് കോമേഴ്സ് മിനിസ്ട്രി extrapolations suggest that this engines that has been resilient so far through the global economic turmoil is also beginning to feel the heat. അപ്പം നമ്മൾ ഒരുപാട് ഗ്ലോബൽ പ്രോബ്ലംസ് ഒക്കെ മറ്റേ മൊത്തത്തിൽ വേൾഡ് വൈഡ് വന്നു പാൻഡമിക്കിൻ്റെ സമയത്ത്. ആൻഡ് ആഫ്റ്റർ നമ്മൾ ഒരുപാടെടുത്ത് റിസഷൻ വരുവാണ്, ലേ ഓഫ്സ് വരുവാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇക്കണോമിക് പ്രോബ്ലംസ് സഫർ ചെയ്ത സമയത്തും ഇന്ത്യയിൽ വലിയ പ്രശ്നമില്ലാതെ അഫക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ കോമേഴ്സ് മിനിസ്റ്ററുടെ എക്സ്ട്രാപൊളേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യുക,
കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നൊരു തീരുമാനത്തിലെത്താം. എക്സ്ട്രാപോളേഷൻ അങ്ങനെയാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ് ഭാവിയിൽ എന്തായി തീരാം എന്നുള്ള റിസൾട്ടിന് എന്തായിരിക്കാം ഇനി ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എഫക്ട്സിനെ നമ്മൾ നേരത്തെ മുൻകൂട്ടി അസ്യൂം ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്ട്രാപോളേഷൻസ് പറയും. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഇന്ത്യയിലെ ട്രേഡ് എഞ്ചിൻ വാസ് റിസിലിയൻ, നല്ല പവർഫുൾ ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു. സോഫാർ ഇതുവരെ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അതും ബിഗിനിങ് ടു ഫീൽ ദ ഹീറ്റ്. കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ഗ്ലോബൽ എക്കോണമിയും. ലൈക്ക് ഗ്ലോബൽ എക്കോണമി, ഇന്ത്യൻ എക്കോണമിക്കും കുറച്ചൊക്കെ ഒരു സിസ്റ്റത്തിന് ഒരു ചെറിയൊരു എക്കണോമിക് ടെർമോയിലിൻ്റെ ഒരു ഹീറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചൂടടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ സ്റ്റാർട്ടിങ് ടു എഫക്ട് ദ ടെർമോയിൽ എന്ന രീതിയിലാണ് പറയുന്നത്. For now, പക്ഷെ ഇപ്പോൾ the 0.4% drop expected in services export in August is minor, and with intangible imports also likely dropping at a sharper pace, this will not exacerbate the trade balance yet. അപ്പോൾ നമുക്ക് ഇവിടെ പറയാവുന്നൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ആസ് ഓഫ് നൗ എന്താ പറയുക വെച്ചാൽ ഒരു 0.4% ഡ്രോപ്പാണ് നമുക്ക് ആകെപ്പാടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ സർവീസസ് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവർ എക്സ്ട്രാപോളേറ്റ് ചെയ്തപ്പോൾ സർവീസ് എക്സ്പോർട്സിൽ നമുക്ക് 0.4% ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. അത് ഓഗസ്റ്റിലെ ആ ഒരു 0.4 ഡ്രോപ്പ് ഓഗസ്റ്റിൽ വന്നേക്കുന്നത് വലിയ പ്രോബ്ലം, ഇറ്റ്സ് മൈനർ ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് പിന്നെ മാത്രമല്ല ഇമ്പോർട്ട്സ് ഒക്കെ ഇൻടാഞ്ചിബിൾ ആണ്, ഇറ്റ്സ് നോട്ട് വിസിബിൾ. ഇമ്പോർട്ട്സിൻ്റെ ഇത് നമുക്ക് വിസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ അത് മേ ബി ഒരു ഷാർപ്പർ പേസിൽ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ദാറ്റ് വിൽ നോട്ട് എക്സാസബേറ്റ് ദ ട്രേഡ് ബാലൻസ്. നമ്മുടെ ട്രേഡ് ബാലൻസിനെ വലിയ കാര്യത്തിന് എഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വേഴ്സൺ ചെയ്യില്ല, അഗ്രവേറ്റ് ചെയ്യില്ല. എക്സാസബേറ്റ് ചെയ്യുന്ന വഷളാക്കുക എന്നുണ്ടല്ലോ, അപ്പോൾ വേഴ്സൺ ചെയ്യില്ല, വിൽ നോട്ട് വേഴ്സൺ എന്നാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം. ദാറ്റ്സ് വാട്ട് ദേ ആർ തിങ്കിങ്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഹവെവർ എന്നിരുന്നാലും, അപ്പോൾ അത് കോൺട്രഡിക്റ്ററി ആയിട്ട് പറയുന്നത്, ഷ്രിങ്കിങ് സർവീസസ് എക്സ്പോർട്സ് ഇംപ്ലൈ ദാറ്റ് ദർ എബിലിറ്റി ടു ബ്രിഡ്ജ് ഗുഡ്സ് ട്രേഡ്സ് ഡെഫിസിറ്റ് ദാറ്റ് ഫോർ ഷാർപ്ലി ലാസ്റ്റ് ഇയർ വിൽ ബി റെസ്ട്രിക്റ്റഡ് ദസ്. പക്ഷേ എക്സ്പോർട്ടിൻ്റെ സർവീസ് എക്സ്പോർട്സ് കുറയുവാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്, അതിന് ഷ്രിങ്കേജ് സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇംപ്ലൈ ചെയ്തു വരും. നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ആ ഒരു എബിലിറ്റി ടു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്നത് അത് കുറഞ്ഞു വരികയാണ്, അത് റെസ്ട്രിക്റ്റ് ചെയ്ത് വരികയാണ് എന്ന് വേണം നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ. ദസ് ആയതിനാൽ റിസൾട്ടിങ് ആണ്, റിസൾട്ട് പറയാനാണ് ദസ് ഉപയോഗിക്കുക. ഹവർ കോൺട്രഡിക്ഷൻ പറയാം. ഓർത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ളൊരു യൂസേജാണ് ഈ എന്താ പറയുക കണക്റ്റേഴ്സ് ഒക്കെ ഓർത്ത് വെച്ചോ. റേസിംഗ് ദ പോസിബിലിറ്റി ഓഫ് വൈഡർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ് ഫ്രം ദിസ് ക്വാർട്ടർ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? വൈഡർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, നല്ല ഗ്യാപ്പ്, കുറച്ചൊരു ഗ്യാപ്പ് ഡെഫിസിറ്റിൽ കുറച്ചൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈഡർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ് ഫ്രം ദ ക്വാർട്ടർ, നമുക്ക് അതിനൊരു പോസിബിലിറ്റി ഇനി വരും മന്തിൽ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടാകാം. ഗ്യാപ്പ് വരുന്നതിന് കൂടുതലുണ്ട്. ഇതുവരെ ഗ്യാപ്പ് വലിയ പ്രോബ്ലം ഇല്ല, ബട്ട് അത് ഉണ്ടാകാം എന്നൊരു എക്സ്പെക്ടേഷൻ ഇവിടെ കോമേഴ്സ് ഇൻഡസ്ട്രി പങ്കുവെക്കുന്നുണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. With global commodity prices rising around 12% from June levels to hit a 15-month high this month, the pressure on the goods trade deficit is likely to escalate, especially as oil and gems and jewelry imports have fallen less than their exports so far in 2023-24. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസ് റൈസ് ചെയ്യാണ്. അറൗണ്ട് 12% റൈസ് ഗ്ലോബൽ കമ്മോഡിറ്റിയിൽ മൊത്തത്തിൽ നമുക്ക് പറയാം. എവിടെ മുതലാണ്? ജൂൺ ലെവൽ മുതൽ നമുക്ക് ഫ്രം ജൂൺ ലെവൽസ് പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസ് കൂടുകയാണ്. അപ്പോൾ അത് ഇറ്റ് ഹിറ്റ് 15-month ഹൈ ദിസ് മന്ത്. ഈ ഒരു മാസത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 15-month ഹൈയിൽ ഒരു ഹിറ്റ്, 15ാമത്തെ മാസം ആ ഒരു ഹിറ്റ് കൂടി വന്ന് 15th month ഹൈ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രഷർ ഓൺ ഗുഡ്സ് ട്രേഡ്, ഗുഡ്സിൽ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് വന്നേക്കുന്ന ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റിൽ വന്നേക്കുന്ന ആ ഒരു പ്രഷർ ഇനിയും എസ്കലേറ്റ് ചെയ്യാം, ഇനിയും കൂടാം. എസ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ് ഓയിൽ, ജെംസ്, ജ്വല്ലറി ഇമ്പോർട്ട്സിൻ്റെ ഒക്കെ കാര്യത്തിൽ. അതിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, പ്രശ്നം വരാൻ പോകുന്നത് ജെംസ്, ഓയിൽ, ജ്വല്ലറി ഇമ്പോർട്ട്സിലൊക്കെയാണ്. കാരണം വെച്ചാൽ ദേ ഹാവ് ഫോളൺ ലെസ് ദാൻ ദർ എക്സ്പോർട്ട്സ് സോ ഫാർ ഇൻ 2023. അവർ ഇമ്പോർട്ട്സ് ഫോളൺ ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ ഫോളൺ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അഫക്റ്റ് ചെയ്യപ്പെടാം. ഇൻ ദ ഫസ്റ്റ് 4 months ഓഫ് ദിസ് ഫിസ്ക്കൽ ഈ ഒരു ഇയറിൽ, financial year, about half the decline in outgoing shipments has been fueled by petroleum, despite volumes rising 6% as prices fell 27%. This may change if global oil prices. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഹാഫ് ഡിക്ലൈൻ സംഭവിച്ച ഏത് ഭാഗത്താണ്? ഔട്ട് ഗോയിങ് ഷിപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഫ്യൂൽ ചെയ്യപ്പെട്ടത്
പെട്രോളിയത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ വോളിയം റൈസ് ചെയ്തിട്ടുണ്ട്. 6%ഓളം പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഒക്കെ വോളിയം വ്യാപ്തി കൂടിയിട്ടുണ്ട്. ബട്ട് പ്രൈസസ് ഫെൽ ചെയ്തിട്ടുണ്ട് 27%. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് ഓഫ് ദി ഡിക്ലൈൻ വന്ന ഭാഗം പെട്രോളിയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് പറയാം. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാം, കാരണം ഗ്ലോബൽ ഓയിൽ പ്രൈസസ് ചേഞ്ച് ചെയ്യാം അല്ലേ. റൈസിങ് വിച്ച് ക്രോസ് $90 per barrel over the past year for the first time since November 2022 stay elevated. നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൈസ് ഹൈക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ലൈക്ക് $90 per barrel ഓവർ ദ പാസ്റ്റ് വീക്കിൽ പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം നവംബർ 2022 മുതൽ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മന്തിൽ, കഴിഞ്ഞ ഓഗസ്റ്റ് മന്തിൽ $90 per barrel നമ്മളിവിടെ കാണുന്നത്. ആൻഡ് അത് എലിവേറ്റ് ചെയ്ത് തന്നെ ഇരിക്കുവാണ്. മാറ്റം വന്നിട്ടില്ല, അതിന് എലിവേഷൻ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് സ്റ്റേ എലിവേറ്റഡ്, ഇപ്പോഴും ആ ഒരു പ്രൈസ് എലിവേറ്റ് തന്നെ നിൽക്കുന്നു. Export volumes of as many as 13 major items rose between April and July, but their value had declined owing to lower prices. ഇനി എടുത്തു പറയുകയാണെങ്കിൽ ഏപ്രിൽ ജൂലൈ മാസത്തെ ആ ഒരു ബിറ്റ്വീൻ ആ ഒരു ഇതിൻ്റെ ഗ്യാപ്പിൽ, ആ ഒരു മന്തിലെ ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13 മേജർ ഐറ്റംസിനും വില കൂടിയിട്ടുണ്ട്, എക്സ്പോർട്ട് വോള്യൂംസ് കൂടിയിട്ടുണ്ട്. ആൻഡ് അതേസമയത്ത് എക്സ്പോർട്ട് വോള്യൂംസ് അതിൻ്റെ വോള്യൂം കൂടിയിട്ടുണ്ട്, ബട്ട് വാല്യൂ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. പ്രൈസിൻ്റെ കുറവ് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ഡിക്ലൈൻ ചെയ്തിട്ടുമുണ്ട്. അതേസമയത്ത് വോള്യൂംസ് കൂടി വാല്യൂ ഡിക്ലൈൻ ചെയ്തു, നല്ല ഗുഡ് സൈൻ അല്ല. ദാറ്റ്സ് ഓവിങ് ടു ലോവർ പ്രൈസസ്. ഓക്കെ, അതിൽ കുറവ് വന്നിട്ടുണ്ട്, അത് ഇറ്റ്സ് എ ഗുഡ് ഒമനാണ്. കാരണം അബൌട്ട് ഡിമാൻഡ് ഫോർ ഇന്ത്യൻ ഗുഡ്സ് അബൌട്ട് ദ ഗ്ലൂം. ഇന്ത്യൻ ഇതിന് മാത്രം ഗുഡാണ്, ബട്ട് ഫോർ ഗ്ലോബലി ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ അതേസമയത്ത് ഇന്ത്യൻ പ്രോഡക്ട്സിന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഗുഡ്സിന് ഇച്ചിരി ഒരു മറ്റ് എന്താ പറയുക, വേനലൊരു മഴ എന്ന രീതിയിൽ വേണം കാണാം. അമീഡ് ദ ഗ്ലൂം ഗ്ലോബലി മൊത്തത്തിൽ ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്ന ട്രേഡിൻ്റെ കാര്യം. ബട്ട് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ എക്സ്പോർട്ടിന് അതൊരു ഡിമാൻഡ് വരുന്നുണ്ട്. അത് നമുക്കൊരു ഇന്ത്യൻ ഗുഡ്സിന് അത് നമുക്കൊരു നല്ല കാര്യം തന്നെയാണ്. ആൻഡ് ദ ഗവൺമെൻറ് ബിലീവ്സ് റൈസിംഗ് കമോഡിറ്റി പ്രൈസസ് വിൽ ഹെൽപ്പ് ട്രേഡ് ടാലീസ്. പക്ഷേ ഗവൺമെൻറ് വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് ഹൈക്ക് കൊടുക്കാം, പ്രൈസ് ഹൈക്ക് കൊടുക്കാം. കാര്യം ഗുഡ്സിന്, ഇന്ത്യൻ ഗുഡ്സിന് ഡിമാൻഡ് കൂടുതലല്ലേ, അപ്പോൾ നമുക്ക് പ്രൈസ് കൂടുതൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ടാലീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവും. ഇത് പ്രൈസ് കൂട്ടുകൊണ്ട് നമുക്കത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ബട്ട് ദേ കുഡ് ഓൾസോ ബി ഡബിൾ എഡ്ജ് സ്വോർഡ് ഫോർ ഇന്ത്യ ആസ് എ സ്ട്രാറ്റജിക് ഗാംബിറ്റ് ടു ഇമ്പോർട്ട് മോർ റഷ്യൻ ഓയിൽ ഹാസ് ടേൺ ലെസ് ലുക്രേറ്റീവ്. പക്ഷേ ഇതേ സമയത്ത് ഇന്ത്യ ഒരു കാര്യം ചിന്തിക്കണം, ബട്ട് കോൺട്രഡിക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമുക്കിതൊരു ഡബിൾ എഡ്ജ് സ്വോർഡായി മാറാം. ഡബിൾ എഡ്ജ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും ഒരുമിച്ച് വരുന്ന ഒരു സാധനത്തിനാണ് ഡബിൾ എഡ്ജ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഡിമാറ്റിക് എക്സ്പ്രഷൻ. ഒരേ സാധനത്തിന് പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വിളിക്കാം ഡബിൾ എഡ്ജ് സ്വോർഡ് എന്ന് പറയാം. കാര്യം ഇന്ത്യ ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഗാംബിറ്റാണ്, ഒരു സ്കീമാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കീം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ് എടുക്കുമ്പോൾ ഇന്ത്യയിലെ റഷ്യൻ ഓയിൽ, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യൻ ഓയിലാണല്ലോ, അത് ഈ ഇടയായിട്ട് നമുക്ക് ഭയങ്കര ലെസ് ലുക്രേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. വലിയ പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല, ലെസ് പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റബിൾ ലെസ് ലുക്രേറ്റീവ് ആണ്. അതുകൊണ്ട് മേ ബി ഇങ്ങനെ നമ്മൾ പ്രൈസ് പെട്ടെന്ന് ഇന്ത്യൻ കമോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുതലല്ലേ എന്ന് വിചാരിച്ച് പ്രൈസ് കൂട്ടിയാൽ അത് നമുക്ക് തിരിച്ചടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മോർ ഓവർ അത് കൂടാതെ സ്റ്റിക്കി ഇൻഫ്ലേഷൻ കുഡ് ഫർദർ ഡാമ്പൻ ഡിമാൻഡ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഡാമ്പൻ ചെയ്യാൻ പ്രശ്നമാവും. ഇപ്പോൾ ഉള്ളത് തൽക്കാലം പോകുന്നതാണ് നല്ലത്. ഫർദർ അതിനെ ഡാമ്പൻ ചെയ്ത് റിഡ്യൂസ് ചെയ്ത് കളയുന്നതിനേക്കാളും ഭേദം ഈ ഒരു അവസ്ഥയിൽ പോകുന്നതാണ് എന്ന് നമ്മുടെ ഓദർ നമുക്ക് പറയാണ്. And especially in key markets such as European Union, which just hiked interest rates to high record. അപ്പം എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഇൻഫ്ലേഷൻ പ്രൈസ് കൂട്ടി ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പണി പാടും. കാരണം വെച്ചാൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് ഹൈക്ക് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ഹൈയിലോട്ട് അത്രമാത്രം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്താൽ ചിലപ്പോൾ അത് പണി പാടാൻ ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ റീഹീറ്റഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലാസ്റ്റ് മന്ത്. ആ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലാസ്റ്റ് മന്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ നന്നായിട്ട് റീഹീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇരട്ടിട്ടുണ്ട്. ബട്ട് നൗ നോട്ട് ഇനഫ് യെറ്റ് ടു ഡെൻ ഫെസ്റ്റീവ് ഡിമാൻഡ് ദാറ്റ് മേ ലിഫ്റ്റ് ഓർഡർ ബുക്സ് ഇൻ കമ്മിങ് മന്ത്സ്. അപ്പം എന്നാൽ അതേസമയത്ത് ഫെസ്റ്റീവ് ഡിമാൻഡിനെ ഡെൻഡ് ചെയ്യുന്ന, റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ മാത്രം അന്ന് എത്തിയിട്ടൊന്നുമില്ല. അത്രമാത്രം ഹയർ ഇൻഫ്ലേഷനിലോട്ട് യു എസും എത്തിയിട്ടില്ല. ബട്ട് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് യു എസിനെ എന്നാണ് പറയുന്നത്. That engineering goods, which account for a quarter of India's exports, clocked their first uptick after 8 months in August, with half of the 14 key segments of exports growing. The best performance in 9 months is a welcome sign. India needs to do all it can to nurture precious green shoots and support exporters. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ഗുഡ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ക്വാർട്ടർ ഓഫ് ഇന്ത്യയുടെ എക്സ്പോർട്ടിൻ്റെ ഭാഗം മൊത്തം എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണ്.
അത് ശരിക്കും ഇറ്റ് റിസൾട്ടഡ് ഇൻ അതിൻ്റെ അപ്റ്റിക്കിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, അപ്റ്റിക്ക് അതിന് ഇൻക്രീസ് ആയിട്ടുണ്ട്, റൈസ് വന്നിട്ടുണ്ട്. അതും 8 മാസത്തിന് ശേഷമാണ് കേട്ടോ, 8 മാസത്തിന് ശേഷം ഓഗസ്റ്റിലാണ് ഒന്ന് റൈസ് വന്നേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 14 കീ എലമെൻറ്റ്സിൽ എക്സ്പോർട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നതിൽ 14 കീ എലമെൻറ്റ്സിൽ ഹാഫ് എലമെൻറ്റിൽ ഇൻക്രീസ് വന്നേക്കുന്നത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഗുഡ്സിൽ നിന്നാണ്. സോ പറഞ്ഞു വരുമ്പോൾ ഒരു ബെസ്റ്റ് പെർഫോമൻസ് 9 months ആണ് നമ്മുടെ ശരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് ഗുഡ്സിലുള്ള ഈ ഒരു ഡിമാൻഡ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വെൽക്കം സൈൻ ആണ്. അപ്പോൾ ഇന്ത്യ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇന്ത്യക്ക് പറ്റുന്നത്രയും നർച്ചർ ചെയ്തുവിടുക, ഗ്രീൻ ഷൂട്ട്സ്, സപ്പോർട്ട് എക്സ്പോർട്സിനെയൊക്കെ എന്താണ് ചെയ്യുക, കൂടുതലായിട്ട് നർച്ചർ ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക, വളർത്തുക എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ, ഡേറ്റ പക്ക അനലൈസ് ചെയ്തുകൊണ്ടൊരു ആർട്ടിക്കിളാണ്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ത്യയുടെ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്സിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കല്ല ഒരു മന്ത്ലി നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ, ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഇക്കോണമി എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ആ സ്ട്രക്ചർ, ഹൗ ടു ഫ്രെയിം സെൻറ്റൻസസ് സ്ട്രക്ചറൊക്കെ ഓർത്തിരിക്കുക. കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട കണക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. കേസൊക്കെ പഠിക്കുന്നവർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റീവ്സ് എന്ന ഒരു ടോപ്പിക് നിങ്ങളുടെ സിലബസിലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബാങ്കിങ് ആൻഡ് SSC പഠിക്കുന്നവർക്കും സെയിം രീതിയിൽ കണക്റ്റീവ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മറ്റ് PSC എക്സാം പഠിക്കുന്നവർക്കും കണക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ റീഡിംഗ് എബിലിറ്റിയുടെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വരാറില്ല, അത് മാത്രം ഓർത്തിരിക്കുക. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടോളൂ. വർത്താനം വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എങ്കിൽ ഒരു തംസപ്പ് ഇട്ടോളൂ. മനസ്സിലാക്കി നമുക്ക് നേരെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, ഓൺ വേർഡ്സിലോട്ട് പോകാം. ഓക്കെ, സോ നോട്ട്സ് ഞാൻ നമ്മുടെ ടെലഗ്രാം അല്ല, നമ്മുടെ ആപ്പിൽ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും നോട്ട്. അപ്പോൾ എല്ലാവരും റെഫർ ചെയ്യുക. നമ്മുടെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കാൻ മറക്കരുത്. അതിൽ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിൻറ്റു മിസ് ഫ്രീ PDF എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ഗ്രൂപ്പ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇവിടെ റിൻറ്റു മിസ് PDF എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. ആ ഗ്രൂപ്പിൽ വരിക, ആ ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുക. ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് നോട്ട്സ് എല്ലാ യൂട്യൂബ് ചാനലിൽ, എൻ്റെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളും അവിടുത്തെ നോട്ട്സ് അവിടെ കിട്ടും കേട്ടോ. നമ്മുടെ ചാനലിലെ എൻ്റെ ക്ലാസ്സുകളുടെയും നോട്ട്സ് അവിടെ കിട്ടും. ഓക്കെ, സോ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ പോകാം നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ്. സോ നമ്മുടെ ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് ഫീൽ ദി ഹീറ്റ്. നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ എക്സ്പോർട്സും ഇന്ത്യൻ ഇക്കോണമിയും സ്റ്റാർട്ടഡ് ടു ഫീൽ ദി ഹീറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഫീൽ ദി ഹീറ്റ് എന്ന് പറഞ്ഞാൽ പയ്യെ ഒന്ന് അൺകംഫർട്ടബിൾ ആകുക അല്ലേ, ടു എൻകൗണ്ടർ ആൻഡ് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. അപ്പോൾ ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യക്ക് ചെറുതായിട്ട് അതിനെ ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതാണ് ഇവിടെ ഫീൽ ദ ഹീറ്റ്. ഫീൽ ദ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എൻകൗണ്ടർ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ എന്നാണ് ഫീൽ ദ ഹീറ്റ് എന്ന വാക്കിൻ്റെ ഫ്രേസിൻ്റെ അർത്ഥം. ഇറ്റ്സ് എൻ ഇഡിയം കേട്ടോ, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഫീൽ ദ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എൻകൗണ്ടർ ആൻ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. അടുത്ത ഓയിങ് ടു. ഞാൻ ഈ ഓയിങ് ടു എടുത്തിടാനുള്ള കാരണമുണ്ട്, പലർക്കും അതിൻ്റെ മീനിങ് അറിയില്ല. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓയിങ് ടു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഓയിങ് ടു എന്ന് പറഞ്ഞ അർത്ഥം? ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു. ഓയിങ് ടു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു, ഓൺ അക്കൗണ്ട് ഓഫ്, സെയിം മീനിങ് ആണ് ഇതിനൊക്കെ. ഇതൊക്കെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, അത് ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺ അക്കൗണ്ട് ഓഫിന് ശേഷം, ഡ്യൂ ടുവിന് ശേഷം, ബിക്കോസ് ഓഫിന് ശേഷം ഒബ്ജക്റ്റ് ആണ് വരിക കേട്ടോ. നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ ഒരു ജെറണ്ടോ ആണ് വരിക. ഓയിങ് ടു ട്രേഡ് ഡെഫിസിറ്റ്, ഓയിങ് ടു ഇൻഫ്ലേഷൻ, ഓയിങ് ടു എന്താ പറയുക ഡ്രൈവിംഗ്, ഓയിങ് ടു സ്കൈ ഡൈവിംഗ്, ഓയിങ് ടു ING വരും, റീഡിങ്, അങ്ങനെയൊക്കെ മനസ്സിലായോ. ജെറണ്ട് വരാം, പ്രപ്പോസ് ഓയിങ് ടു ഹിം, ബിക്കോസ് ഓഫ് ഹിം എന്നർത്ഥത്തിൽ വരാം. അങ്ങനെ ഒബ്ജക്റ്റ് പ്രൊനൗണോ അല്ലെങ്കിൽ ജെറണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നൗണോ ആയിരിക്കും ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക ഓയിങ് ടുവിന് ശേഷം. ബിക്കോസ് ഇറ്റ്സ് എ ഫ്രേസ് കേട്ടോ, അത് ഓർത്ത് വെച്ചാൽ ഫ്രേസ് ആണ്, പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓയിങ് ടു, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓൺ അക്കൗണ്ട് ഓഫ്, കാരണത്താൽ എന്നാണ് അർത്ഥം. കാരണത്താൽ റീസൺ പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, ബട്ട് ഫ്രേസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഫ്രേസും കൺജങ്ഷനും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്ത ക്രാക്ക് ഡൗൺ. ക്രാക്ക് ഡൗൺ വൺ വേർഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നൊരു ഇഡിയം, നോട്ട് ഇഡിയം അല്ല, ഫ്രേസൽ വെർബ് ഡിസ്കസ് ചെയ്തത്. ക്രാക്ക് ഡൗൺ ഓൺ സംബഡി, അതായത് ബീങ് സ്ട്രിക്റ്റ് ടു സംബഡി, ടേക്ക് സിവിയർ ആക്ഷൻസ് അഗൈൻസ്റ്റ് സംബഡി എന്നല്ല. ഗവൺമെൻറ് എസ്പെഷ്യലി അതോറിറ്റി, പോലീസൊക്കെ ക്രാക്ക് ഡൗൺ ഓൺ പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ പറഞ്ഞിരുന്നു സിവിയർ ആക്ഷൻസ് പീപ്പിളിനെതിരെ എടുക്കുന്നതിനെയാണ് നമ്മൾ ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറയുക എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സോ സെയിം സാധനം ഇവിടെ ഉണ്ട്, ക്രാക്ക് ഡൗൺ ഓൺ സംബഡി. നോട്ട് വെച്ചോടെ, ക്രാക്ക് ഡൗൺ ഓൺ, ക്രാക്ക് ഡൗൺ ഓൺ എന്നുണ്ട് അവിടെ, അതൊരു ഫ്രേസൽ വെർബാണ്. ക്രാക്ക് ഡൗൺ, ഗ്യാപ്പ് ഉണ്ട് ഇവിടെയൊക്കെ, ഓൺ സംബഡി ഓർ സംതിങ്, സംബഡിയെ മെയിൻ ആയിട്ട് വരിക. സോ അതാണ് ക്രാക്ക് ഡൗൺ ഓൺ സംബഡി എന്ന് പറയുന്നു. അതേ സ്ഥാനത്ത് വൺ വേർഡ് നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ദർ വർ സം ക്രാക്ക് ഡൗൺസ്
plural വരുവാണെങ്കിൽ imposed by the authority or imposed by the government on people, or there were some crackdowns imposed by police on people എന്ന് പറയാം കേട്ടോ. അതായത് ക്രാക്ക് ഡൗൺ ഒരു വൺ വേർഡ് ആണ്, നൗൺ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ ക്രാക്ക് ഡൗൺ അതേ സമയത്ത് നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഗ്യാപ്പ് ഇട്ടാൽ അതെന്തായി മാറി, ഫ്രേസൽ വേർബായി മാറി. ആ ഡിഫറൻസ് എപ്പോഴും അറിഞ്ഞിരിക്കണം. അടുത്തത് അതായത് ആക്ഷൻ ബൈ ആൻ അതോറിറ്റി ടു സ്റ്റോപ്പ് സംതിങ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം റെസ്ട്രിക്ട് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന സ്ട്രിക്റ്റ് ആക്ഷൻസ് ഇല്ലേ, അതിനാണ് ക്രാക്ക് ഡൗൺ എന്ന് പറയാം. ക്ലാം ഡൗൺ, ക്രാക്ക് ഡൗൺ ഒക്കെ മീനിങ് ആണ്, സെയിം മീനിങ് ആണ്. അടുത്ത കോൾ ഔട്ട്. നമ്മൾ കോൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നർത്ഥം, മൂന്നർത്ഥം ഇവിടെ നമുക്ക് പഠിക്കാതെ കോൾ ഔട്ടിന്. ഒന്ന് ലിറ്ററലി ഷൗട്ട് ചെയ്യാം, ഒച്ചയിൽ വിളിക്കുക, കോൾ ഔട്ട് ചെയ്യുക അല്ലെ. കോൾ ഔട്ട് യുവർ നെയിം എന്ന് പറഞ്ഞാൽ ഒച്ചയിൽ വിളിച്ച് പറയുക, നിന്റെ പേര് വിളിച്ച് പറഞ്ഞേ എന്ന് പറയുന്ന അർത്ഥം. അതേ സമയത്ത് കോൾ ഔട്ട് സമ്മൺ, ആരെങ്കിലും നമ്മൾ കോൾ ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ യു കോൾ ഔട്ട് സംബഡി ഇൻ ടു ആക്ഷൻ. ഒരു ആക്ഷന് വേണ്ടി നമ്മൾ ഒരാളെ കോൾ ഔട്ട് ചെയ്യണം. മിലിറ്ററിയിലേക്ക് കോൾ ഔട്ട് ചെയ്യുക, സമ്മൺ ഇൻ ടു ആക്ഷൻ പറയാറുണ്ട്. കോൾ ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അസംബ്ലി വിളിച്ചു കൂട്ടുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു ആക്ഷൻ, ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചു കൂട്ടുന്നതിനെ കോൾ ഔട്ട് എന്ന് വിളിക്കാം കേട്ടോ. അതേപോലെ കോൾ ഔട്ട് ചെയ്യുന്നതിനെ എലിസിറ്റ് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം, തുറന്ന് കാണിക്കുക എന്നർത്ഥം കൂടെ കോൾ ഔട്ടിനുണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എലിസിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കോൾ ഔട്ട് പറയും. ഷൗട്ട് ചെയ്യുക, ലിറ്ററലി വിളിക്കുക, ഒച്ചത്തിൽ വിളിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അല്ലാതെ സമ്മൺ ഇൻ ടു ആക്ഷൻ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി, തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോൾ ഔട്ട്. പോലീസ് ഒക്കെ പറയില്ലേ, ഗവൺമെന്റ് പോലീസിനെ വിളിച്ചു, ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് കോൾ ഔട്ട് ചെയ്തു, അതൊക്കെ ഈ ഒരു മീനിങ്ങിൽ വരുന്നതാണ്. സോ ദാറ്റ് ഇസ് കോൾ ഔട്ട്. കാരണം ഇപ്പം നമ്മൾ ഇതെടുത്ത് പറയാനുള്ള കാരണം അമേരിക്കൻ പോളിസി ടുവേർഡ്സ് ഇറാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇറാനിൽ കുറേ പൊളിറ്റിക്കൽ ടേമോയിലാണ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മിലിറ്ററി വിളിച്ചു, ഗവൺമെന്റ് മിലിറ്ററി വിളിച്ചു, മിലിറ്ററി റെഷ്യൂമാണ് അവിടെ നടക്കുന്നത്. സോ അതൊക്കെയാണ് ഇന്ന് കോൾ ഔട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. സമ്മൺ ഇൻ ടു ആക്ഷൻ എന്ന അർത്ഥത്തിലാണ് ഇന്നത് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ പലയിടത്തും പല അർത്ഥമാണ്, അക്കോർഡിംഗ് ടു കോണ്ടെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അടുത്ത ഡബിൾ എഡ്ജ്ഡ് സോർഡ്. ഡബിൾ എഡ്ജ് സോർഡ് ഞാൻ പറഞ്ഞ ഇരുതല വാള് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. രണ്ട് ഇഫക്റ്റ് ഇതിനുണ്ട്. ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ്. ഗുണമുണ്ടോ വെച്ചാൽ ഗുണമുണ്ട്, അതേസമയത്ത് നെഗറ്റീവ് ആകും. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സോർഡ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നിനക്കത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തേക്കാം, മേ ബി പോസിറ്റീവ് ആണ്, നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഡബിൾ എഡ്ജ്ഡ് സോർഡ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ്. അതാണ്. He felt the heat when he joined the new company. That's great. Let all the feeling of heat turn out to be the stepping stones. Hi Rohan. Rohan എന്നോട് രാവിലെ, രോഹൻ്റെ മെസ്സേജ് ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടത് കേട്ടോ, നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക കോട്ടിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഓർത്ത്, കോട്ട് ഞാൻ എന്തായാലും ഇനി മുതൽ ഒഴിവാക്കുന്നില്ല. Good that you reminded me. Mandate is bearing the brunt of the bid owing to the haphazard confrontation, and now it's feeling the heat by the deficit of commodities caters to the need of the people. അവിടെ caters to കൊടുക്കാൻ പറ്റില്ല കേട്ടോ വിനു. എന്നാന്നറിയോ, നമ്മളിവിടെ കൊടുത്തേക്കുന്ന mandate is bearing the brunt of the bid owing to the haphazard confrontation, and now it is feeling the heat of the deficit of commodities. അവിടെ പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ കൊടുക്കുക. കേറ്ററിംഗ് ടു ദി നീഡ് ഓഫ് ദ പീപ്പിൾ എന്ന് കൊടുത്ത പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ കൊടുക്കുക. കാരണം നമ്മൾ കൊടുത്ത കാര്യത്തിനോട് ചേർന്ന് അതിന് ഒരു പാർട്ടിസിപ്പിൾ ഫോർമുലേഷനാണ് വേണ്ടത് കേട്ടോ. സോ ഗിവ് participle order, catering to the need of the people കേട്ടോ. Owing to the crackdown, the office expedited the procedures. That's great. Okay, you always call out when someone commits a blunder. That's great. He felt the heat when he missed his partner. All right, that's great. Why did you call out the crackdown made by them? അവിടെ എന്തർത്ഥത്തിലുള്ള അനുഭവം ഇത്? Why did you call out? ഷൗട്ട് ആണോ? ഓർ വൈ ഡിഡ് യു സമ്മൺ ഇൻ ടു ആക്ഷൻ അങ്ങനെയാണോ? അവിടെ ഓർത്തോണേ, കോൾ ഔട്ട് അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ കോൾ ഔട്ട് വാട്ട്, എന്ത് കോൾ ഔട്ട് ചെയ്തു എന്ന് വേണം. ആരെ വിളിച്ചേ, സമ്മൺ സംബഡി, കോൾ ഔട്ട് മിലിറ്ററി എന്നുള്ള അല്ലേ, ആ അർത്ഥത്തിൽ വരണം കേട്ടോ. ആ അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ, ഫസ്റ്റ് മീനിങ് ആണെങ്കിൽ. ഓക്കെ, അടുത്ത എക്സ്ട്രപോളേഷൻ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വാക്കാണ് എക്സ്ട്രപോളേഷൻ. എക്സ്ട്രപോളേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പ്രോസസ് ഓഫ് യൂസിങ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ടു ഡിസ്കവർ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. നമ്മൾ പറഞ്ഞു കോമേഴ്സ് ഇൻഡസ്ട്രി, ഇന്ത്യയുടെ കോമേഴ്സ് ഇൻഡസ്ട്രി നമ്മൾ വെച്ച് നമ്മുടെ ഇവിടെ കിട്ടിയപ്പോൾ അനലൈസ് ചെയ്ത ഡേറ്റ യൂസ് ചെയ്തോണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ ഡേറ്റ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഉണ്ടോ ആ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഭാവിയിലെ കാര്യത്തെ അനുമാനിക്കുകയാണ്. യു ആർ ഡിസ്കസിങ് ഓർ യു ആർ അനലൈസിങ് ഓർ യു ആർ എന്താ പറയുക കാൽക്കുലേറ്റിംഗ് വാട്ട് ഈസ് യെറ്റ് ടു ഹാപ്പൻ, ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്ക് എന്താ പറയാം, എക്സ്ട്രപൊളേഷൻ എന്ന് പറയാം. വേർബ് ഉണ്ട് എക്സ്ട്രപൊളേറ്റ് കേട്ടോ, വേർബ് ഉണ്ട് കേട്ടോ, ഓഫ് കോഴ്സ് വേർബ് ഉണ്ട്. എക്സ്ട്രപൊളേറ്റ് ചെയ്യുക എന്നാണ് വേർബ് വരിക, എക്സ്ട്രപൊളേറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോണം,
എക്സ്ട്രപൊളേറ്റ് ആൻഡ് എക്സ്ട്രപൊളേഷൻ എന്ന് പറയുമ്പോൾ verb ഉണ്ട്, noun ഉണ്ട്. സംഗതി ഇതാണ്, നമ്മളൊരു കാര്യത്തെ ഭാവിയിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഭാവിയിലെ കാര്യത്തെ നമ്മളൊന്ന് ഡിസ്കവർ ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് നമുക്ക് വിളിക്കാം എക്സ്ട്രപൊളേറ്റ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. ഓക്കെ, alright. Sure thing, Rohan. I'm always happy to do so. He's a big fish owing to be invested much money to this business. That's great. Apparently, it looks like weathering the storm, then taking care of the ramification, but truly it's a double-edged sword. That's a great one, we know. Okay. She called out for the help while the situation became worse. That's great. അപ്പോൾ നമുക്ക് സെറ്റ് ആണല്ലോ ഇന്നത്തെ ഇഡിയം, ഫ്രേസൽ വേർബ് ആൻഡ് വൺ വേർഡ്. ഓക്കെ ആണല്ലോ, നോക്കിയേ. ഫീൽ ദ ബീറ്റ്, ഡബിൾ എച്ച് വേർഡ്, രണ്ടും നമ്മുടെ ഇഡിയംസ് ആണ്. ഓയിങ് ടു ഫ്രേസ്, ക്രാക്ക് ഡൗൺ വൺ വേർഡ് ആണ്. കോൾ ഔട്ട് ഫ്രേസൽ വേർബ്, എക്സ്ട്രപൊളേഷൻ വൺ വേർഡ്. അപ്പോൾ ഓർത്ത് വെച്ചുള്ള ദീസ് ആർ ദ വൺ വേർഡ്സ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസ്. നമുക്ക് നേരെ പോകാം നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ AA ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കാം. കാര്യം നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയുടെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. കഴിഞ്ഞ തവണത്തെ പോലെ എക്സാമിന് നമുക്ക് ATC നമ്മുടെ നേരത്തെ എക്സാം വന്ന സമയത്ത് നമ്മൾ നേരത്തെ എക്സാം വന്നിരുന്നു. നേരത്തെ നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നുമല്ല, ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് റിലാക്സ് ചെയ്യാനൊരു സമയം കിട്ടുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡായിട്ട് ജോലിയൊക്കെ എടുക്കുന്നവർക്കാണ് പിന്നെ വന്നിട്ട് റെക്കോർഡിങ്സ് കണ്ട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. മെഗാ പാക്കിലുള്ളവർക്ക് അതൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ തന്നെ. കൂടാതെ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്. ഡൗട്ട്സ് ഇൻഡിവിജ്വലായിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ആൻഡ് മെൻ്റർ സപ്പോർട്ടുണ്ട് ടെലിഗ്രാം ചാനലിലൂടെ തന്നെ. അപ്പോൾ യൂസ് ഇറ്റ് വൈസ്ലി, വളരെ വൃത്തിയായിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കോഡ് അറിയാലോ. കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ RB അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒക്ടോബർ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അതുപോലെ SBPയുടെ 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുക. RB അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SBP ആയിക്കോട്ടെ. നമ്മൾ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 19-ാം തീയതി. അപ്പോൾ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പഠിക്കുക നാളെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഉഷാറായിട്ട് ജോയിൻ ചെയ്യുക, പഠിക്കുക. റെഗുലറായിട്ട് നമ്മൾ ബാങ്കിങ് ചാനൽ നമ്മൾ സീരീസ് ആയിട്ട് പോകുന്നുണ്ട്. കണ്ടന്റ് സീരീസ് ആയിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. 6 മണിക്ക് റീസണിങ്ങിൻ്റെ ക്ലാസ്, 7 മണിക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, 8 മണിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് പോകുന്നുണ്ട്. കൂടാതെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി വീഡിയോസ്, ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെ ബാങ്കിങ് ചാനലിൽ പോകുന്നുണ്ട്. പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യാം. അത് കൂടാതെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്ത് തന്നെ പഠിക്കാം. കൂടെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. അതൊക്കെ ഇതിലൂടെ തന്നെ അവൈലബിൾ ആണ്. സോ നമ്മുടെ കോഴ്സിന് 2323 രൂപയുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്യുക ആൻഡ് അപ്ലൈ ചെയ്യുക. കോഡ് Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 21-ാം തീയതി നമ്മുടെ CGL ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലോങ് ടേം ബാച്ച് ആണ്. SSCയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ലോങ് ടേമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയോട്ട് നിങ്ങൾക്ക് തിരിയാം. ലൈക്ക് PSCക്ക് വേണ്ടി തിരിയാം, നിങ്ങൾക്ക് ബാങ്കിങ്ങിന് വേണ്ടി തിരിയാം. അത് മാത്രമല്ല എല്ലാ വർഷവും SSC എക്സാം, മൾട്ടിപ്പിൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എപ്പോൾ എക്സാം വരും, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആഫ്റ്റർ ഡൂയിങ് റിവിഷൻ അല്ല, അതിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ കുറച്ച് പ്രയറായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഫൗണ്ടേഷൻ. അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2300 രൂപയ്ക്കുള്ളിൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേർഡ്സിലോട്ട് പോകാലോ. സിനോണിംസ്, ആന്റണിംസ് ആൻഡ് കൺഫ്യൂസിംഗ് വേർഡ്സ് എക്സെട്ര എക്സെട്ര. ആദ്യത്തെ വേർഡ് റെസിലിയൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി അത് അഡ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെസിലിയൻസ് എന്ന നൗണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വായിച്ച ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഒരു റെസിലിയൻ്റ് എക്കോണമിയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എക്കോണമിയാണെന്ന് അർത്ഥം. പവർഫുൾ, ടഫ് ആണ്, സ്ട്രോങ് ആണ്. അതേപോലെ റെസിലിയൻറ്റിന് വേറൊരിടത്തും കൂടെ ഉണ്ട്, ഫ്ലെക്സിബിൾ ആണെന്നുണ്ട്. അപ്പോൾ റെസിലിയൻ്റ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഓർത്ത് വെച്ചാൽ റെസിലിയൻ്റ് എന്ന വാക്കിന് സ്ട്രോങ്, ടഫ് എന്നും അതുപോലെ അഡാപ്റ്റബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട് റെസിലിയൻറ്റിന്. റെസിലിയൻസ് ആണ് നൗൺ കേട്ടോ. റെസിലിയൻസ്, സ്ട്രെങ്ത് എന്ന് പറയില്ലേ, റെസിലിയൻസ് നൗണ്, റെസിലിയൻസ് റെസിലിയൻ്റ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിട്ട് വരും? വീക്ക്. അഡ്ജക്റ്റീവ് അല്ലേ? അപ്പോൾ വീക്ക്, വൾണറബിൾ, സെൻസിറ്റീവ് എന്ന് പറയാം കേട്ടോ. റെസിലിയൻ്റ് ഓപ്പോസിറ്റ് ആണ് വീക്ക് അല്ലെങ്കിൽ വൾണറബിൾ അല്ലെങ്കിൽ സെൻസിറ്റീവ് എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത വാക്ക് ടെർമോയിൽ ആണ്. ടെർമോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കൺഫ്യൂഷൻ, കമോഷൻ, അല്ലെങ്കിൽ ട്യൂമുൾട്ട്, ഡിസോർഡർ, അൺട്രസ്റ്റ്, മൊത്തത്തിലൊരു പ്രശ്നമാണ്. അതിനാണ് ടേമോയിൽ എന്ന് പറയുക. പൊളിറ്റിക്കൽ ടേമോയിൽ, സോഷ്യൽ ടേമോയിൽ, കൾച്ചറൽ ടേമോയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മളിപ്പം മണിപ്പൂരിൽ ഇഷ്യൂ പറയുമ്പോഴല്ലേ ദർ ഇസ് an ethnic turmoil going on, there is a political turmoil going on എന്ന് പറയും. ഒരു പൊളിറ്റിക്കൽ ഡിസോർഡർ, പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ, കമോഷൻ എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഇസ് ടേമോയിൽ. അപ്പോൾ ടേമോയിൽ എന്ന് പറയുന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുപരിചയമുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാം, സമാധാനം, പീസ്, ട്രാങ്ക്വിലിറ്റി. അതാണ് ടേമോയിൽ. ഡിസോർഡർ ആണെങ്കിൽ ഓർഡർ അല്ലെ, ഒരു കാം, ഓർഡർ, പീസ്. ടേമോയിൽ ട്രാങ്ക്വിലിറ്റി ഒക്കെയാണ് ടേമോയിലിന്റെ ഓപ്പോസിറ്റ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഉഷാറായിട്ട് ഒരു ലൈക്ക് കിട്ടിയ പിള്ളേരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കിട്ടണം. ഞാൻ പറഞ്ഞു തരണോ, ഇഫ് യു ലൈക്ക് ദ സെഷൻ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇടുക. അതുപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഷെയർ ചെയ്യുക കേട്ടോ. സോ he strongly comes up with an extrapolation by the aid of juggernaut of spearhead. All right. The collector called out an emergency meeting on venda, on out venda. Already proposal phase on owing to on venda. Sanile meeting owing to the spearhead of Nipah virus for cracking down it. Cracking down it alla, cracking it down alla. Aa crackdown is different aanu. Severe actions against alle for cracking. അതിനെ സിവർ ആക്ഷൻസ് എഗൻസ്റ്റ് അർത്ഥത്തിൽ വരുവാണെങ്കിൽ ക്രാക്കിംഗ് ഇറ്റ് ഡൗൺ അങ്ങനെ കൊടുക്കുക. ക്രാക്കിംഗ് ഇറ്റ് ഡൗൺ. പ്രൊപ്പോസിഷൻ കൊടുക്കുവാണെങ്കിൽ ആ വെർബിന് ശേഷം കൊടുക്കുക. ക്രാക്കിംഗ് ഇറ്റ് ഡൗൺ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. ആർമി ഓഫീസേഴ്സ് വേർ ക്രാക്ക് ഡൗൺ എന്ന് വരുവാണെങ്കിൽ പാസിവൈസേഷൻ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് നൗൺ അവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലേ. നൗൺ അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നൗൺ ആണ്. ഗ്യാപ്പ് ഇല്ലെങ്കിൽ നൗൺ അല്ലേ ഷൈനി. ആർമി ഓഫീസേഴ്സ് വേർ ക്രാക്ക് ഡൗൺ, ദേവർ എന്താ പറയുക, ദേവർ പണിഷ്ഡ് അല്ലേ. ദാറ്റ് ഓപ്പറേഷൻ, അവിടെയും ദാറ്റ് ഓപ്പറേഷൻ ബൈ ദ ഡിഫൻസ് മിനിസ്റ്ററോ അല്ലല്ല, അങ്ങനെ പറ്റില്ല. ആരാണ് അവർ ഇതാക്കിയതാണെങ്കിൽ ബൈ ദ ഓപ്പറേഷൻ, ബൈ ദ ഡിഫൻസ് മിനിസ്റ്ററിങ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ആർമി ഓഫീസേഴ്സ് വർ ക്രാക്ക് ഗ്യാപ്പ് ഡൗൺ ഫോർ ദർ ഓപ്പറേഷൻ ബൈ ദ ഡിഫൻസ് മിനിസ്ട്രി അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് സെറ്റ് ആവുക. ഗ്യാപ്പ് ഇടാൻ മറക്കല്ലേ, അങ്ങനെയാണ് ഫ്രേസൽ വെർബ് ആവുള്ളൂ. Scientists always forecast the future by using the process of exploration. Yes, they do. Teacher called out the students for doing experiments wrongly. All right. The king built a resilient army for the war. Great. Each and everyone is come to ഇല്ല, ഈസ് വേണ്ട, ഈസ് കട്ട് ചെയ്തേ. കാരണം ഈസ് ബി ഫോർമുലേഷനാണ്. വിനുവേ ബി ഫോർമുലേഷനോട് ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കില്ല, V1 കൊടുക്കില്ല. അപ്പോൾ ഈസ് കട്ട് ചെയ്തേ. ഈച്ച് ആൻഡ് എവ്രി വൺ come to know that the newbie is a dab squab at the job after witnessing the resilient decision taken by him and the turmoil in the cascading amount of work pressure. Okay, അവിടെ ഈസ് മാത്രം കട്ട് ചെയ്താൽ സംഭവം സെറ്റാണ് കേട്ടോ. Turmoil among the members resulted in cancelling the new project. That's great. You should keep a resilient mind towards the competitive exams. You should. Environmentalists extrapolate the nature for using new techniques. Great. The police crack down the violence from the mob. All right, that's great. അപ്പോൾ അടുത്ത വാക്ക് ഇൻടാഞ്ചിബിളാണ്. ടാഞ്ചിബിൾ ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റുന്നതിനെ ടാഞ്ചിബിൾ എന്ന് പറയും. അപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാലോ അൺടച്ചബിൾ എന്നർത്ഥത്തിൽ വരും. ടച്ച് ചെയ്യാൻ പറ്റില്ല, ഇതിനെ കൊണ്ട് എന്നെ തൊടാൻ പറ്റില്ല എന്നല്ലേ, അതാണ് ഇൻടാഞ്ചിബിൾ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇൻപാൽപ്പബിൾ. നമുക്കതിനെ പെർസീവ് ചെയ്യാൻ പറ്റില്ല. യു കെ നോട്ട് പെർസീവ് ഇറ്റ് ബൈ ടച്ച്. ഞാൻ ടാഞ്ചിബിൾ പറഞ്ഞിട്ടുണ്ട്. that can be perceived by touch, that can be touched. അതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയാം. അപ്പോൾ ഇൻടാച്ചബിൾ എന്ന് പറഞ്ഞാൽ that cannot be touched അല്ലേ, that cannot be perceived by touch. അപ്പോൾ നോക്കുക, ഇൻപാൽപ്പബിൾ, ഇംപാൽപ്പബിൾ അല്ലെങ്കിൽ അൺടച്ചബിൾ ഓർ അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. ഇറ്റ്സ് ലൈക്ക് എ കോൺസെപ്റ്റ്. അതിനെ സോളിഡ് അല്ല, അത് വിസിബിൾ അല്ല എങ്കിൽ അതിനെ ഇൻടാഞ്ചിബിൾ എന്ന് പറയും. അതിന് ടച്ച് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതവിടെ കാണാൻ പറ്റുന്നില്ല, സാധനം അവിടെ ഇല്ല. അങ്ങനെയുള്ളതിന് നമുക്ക് വിളിക്കാം ഇൻവിസിബിൾ, ഇൻപാൽപ്പബിൾ, ഇൻടാഞ്ചിബിൾ എന്നൊക്കെ പറയും. ഓർത്ത് വെച്ചോട്ടെ. അൺടച്ചബിൾ എന്നൊക്കെ പറയും. അബ്സ്ട്രാക്റ്റ് ആണ് സംഗതി, കോൺക്രീറ്റ് അല്ല. ആളോർ കാര്യം ഇവിടെ ഇല്ല, ആ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ ആണ്. ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ടാഞ്ചിബിൾ ആണ്, പാൽപ്പബിൾ ആണ്, ടച്ചബിൾ ആണ് എന്നൊക്കെ പറയാം കേട്ടോ. കോൺക്രീറ്റ് ആണ് എന്നൊക്കെ പറയാം, ടാഞ്ചിബിളിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, കോൺക്രീറ്റ്, അബ്സ്ട്രാക്ട് നൗൺസ് നമ്മൾ പഠിക്കാറുണ്ട്. അതുകൊണ്ട് ടാഞ്ചിബിൾ ഇസ് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, സോ പോലീസ് ക്രാക്ക് ഡൗൺ ദ വയലൻസ് ഫ്രം ദ മോബ്. അതിലൊരു പ്രശ്നം ഞാൻ വിട്ടുപോയി. അയ്യോ അനുശ്രീ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയി. ക്രാക്ക് ഡൗൺ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഗ്യാപ്പ് വേണം കേട്ടോ, ആ ഗ്യാപ്പ് വേണം. അപ്പോഴാണ് ഫ്രേസൽ വെർബ് ആവുക. ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് നൗണാണ്. അത് ഞാൻ നേരത്തെ ഷൈനോട് പറഞ്ഞ കാര്യം ഞാൻ പറയാൻ വിട്ടു, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ക്രാക്ക് ഡൗൺ, പോലീസ് ക്രാക്ക് ഡൗൺ ഓൺ ദ വയലൻസ് ഫ്രം ദ മോബ് എന്ന് കൊടുത്തു. അല്ല, ഇങ്ങനെ കൊടുത്താൽ മതി, സോറി. പോലീസ് ക്രാക്ക് ഡൗൺ ഓൺ ദ മോബ് ഫോർ ദ വയലൻസ് അങ്ങനെ കൊടുക്കാം. പോലീസ്
crack down on the mob for the violence എന്ന് കൊടുത്ത സെറ്റ് കേട്ടോ അങ്ങനെ കൊടുക്കേ. ആൻഡ് നെക്സ്റ്റ് വൺ എക്സാസബേറ്റ് ചെയ്യുക. എക്സാസബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റ് ചെയ്യുക, വഷളാക്കുക, വേഴ്സൺ ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക, എക്സാസബേറ്റ്. അപ്പോൾ ഓർക്കുക എക്സാസബേറ്റ് ഉള്ളപ്പോൾ നമുക്കറിയാവുന്ന വേറൊരു ഫ്രേസൽ വേർബ് അല്ല, വി ഹാവ് അനദർ വേർബ് എക്സാസബേറ്റ്, എക്സാസ്പിറേറ്റ് അറിയാലോ. ഇതെപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. എക്സാസബേറ്റും എക്സാസബേറ്റ് വേഴ്സൺ ചെയ്യുക, അഗ്രവേറ്റ് ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക, വഷളാക്കുക എന്നാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കാം, സമാധാനപ്പെടുത്തുക, റിഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, കുറയ്ക്കുക എന്ന് പറയും. ഓക്കെ, ഇന്റൻസിഫൈ ചെയ്യുക, വഷളാവുന്ന സാധ്യത നമ്മൾ കാം ചെയ്യുക, സൂത് ചെയ്യുക അല്ലേ, അതൊക്കെ നമുക്ക് എന്താ പറയാം എക്സാസബേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. കാം ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക എന്നൊക്കെ എക്സാസബേറ്റ് ഓപ്പോസിറ്റ് ആണ്. അതേസമയത്ത് എക്സാസ്പിറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ, പെട്ടെന്ന് പറഞ്ഞ് വാട്ട് ഈസ് എക്സാസ്പിറേറ്റ് നിങ്ങൾ പറയാം, ഇറ്റ്സ് ഫോർ യു. ഓക്കെ, അടുത്ത ഗാംബിറ്റ് ആണ്. നിങ്ങൾ ആൻസർ പറയുമ്പോഴേക്കും ഞാൻ അടുത്ത വേർഡിലോട്ട് പോകണം. ഗാംബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചെസ്സിന്റെ ഒരു ഇത്, ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് അല്ലെ, നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര കോമൺ, ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കുറേ നാള്. ഇപ്പൊ എനിക്കൊന്ന് മാറി, അടുത്ത് വരും അല്ലെ, ഒരെണ്ണം കഴിഞ്ഞ് മറ്റൊന്നും, അങ്ങനെയാണല്ലോ. സോ ക്വീൻസ് ഗാംബിറ്റിന്റെ അകത്ത് ഗാംബിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞു, സ്ട്രാറ്റജി, സ്കീം, പ്ലാൻ, മൂവ് അല്ലെ, ടാക്ടിക്, ട്രിക്ക്, മൂവ് അല്ലെ, ചെസ്സിലെ ഓരോ മൂവ്സ് ഇല്ലേ, അത് നമ്മുടെ ഭയങ്കര ടാക്ടിക്സ് ആണെന്ന് പറയും. സോ ദാറ്റ് ഇസ് ടാക്ടിക് ഓർ മൂവ്സ് ഓർ പ്ലാൻ, സ്കീം, സ്ട്രാറ്റജി എന്നൊക്കെ ഗാംബിറ്റിന് പറയാം. ഓക്കെ, സോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് വരും. ഗാംബിറ്റ് മൂവ് ആണെങ്കിൽ മൂവ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഒരു പണി എടുക്കാൻ നമ്മൾ ഇരിക്കുക, ഇനാക്ഷൻ ഓർ ഫെയിലിയർ എന്ന് പറയാം. ഫെയിലിയർ അല്ലെങ്കിൽ ഇനാക്ഷൻ എന്നൊക്കെ ഗാംബിറ്റിന് ഓപ്പോസിറ്റ് പറയാം. യെസ്, ഫ്രസ്ട്രേറ്റ് ചെയ്യുക അല്ലെ, എക്സാസ്പിറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അനോയ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, അതാണ് മീനിങ്. അനോയ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഈ വാക്ക് മറക്കണ്ട, രണ്ടാണ്, രണ്ടിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലുക്രേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ബിസിനസ് എങ്ങനെ പോകുന്നു, ഇറ്റ്സ് എ ലുക്രേറ്റീവ് ബിസിനസ്, കുഴപ്പമില്ല, നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് എന്ന് പറയാൻ പറ്റും നമുക്കുണ്ട് അല്ലേ. നമ്മളെങ്ങനെ ഓടിവിലായിട്ട് പോകുന്നു അല്ലേ, പോസിറ്റീവ് വേർഡ് ആണ് കേട്ടോ ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്, ഗെയിൻഫുൾ ആണ്, ഫ്രൂട്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ റെമ്യൂണറേറ്റീവ് ആണ് അല്ലേ, നല്ല ഹൈലി പെയ്ഡ് ആണ്, നല്ല പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ലുക്രേറ്റീവ് ആണ് എന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ലുക്രേറ്റീവ് ആണ് എന്ന വാക്കിന്റെ അർത്ഥം ഓർത്ത് വെച്ചാൽ മതി. ഹൈലി പെയ്ഡ് ആണ്, നല്ല പൈസ കിട്ടുന്ന സംഭവമാണ്, ഹൈലി പെയ്ഡ്, ഇങ്ങനെയാണ് ഒരു ഹൈലി ഹൈഫനേറ്റഡ് പെയ്ഡ്, PAID പെയ്ഡ്. അല്ലെങ്കിൽ ലുക്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഗെയിൻഫുൾ, ഫ്രൂട്ട്ഫുൾ, പ്രോഫിറ്റബിൾ എന്നൊക്കെ പറയാം. ബൂമിംഗ് ആണ്, ത്രൈവിംഗ് ആണ്, അതൊക്കെ പറയട്ടോ, ഫ്ലറിഷിംഗ് ആണ്, ഒക്കെ അതിൻ്റെ അർത്ഥം മീനിങ്ങുകളാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അൺപ്രോഫിറ്റബിൾ ആണ്, വലിയ പൈസ ഒന്നും ഇല്ല, അൺഫേവറബിൾ ആണ്, നമുക്കത് വലിയ ഉപയോഗം കിട്ടുന്നില്ല എങ്കിൽ അൺഫേവറബിൾ ആണ്, അൺപ്രോഫിറ്റബിൾ ആണെന്നൊക്കെ ലുക്രേറ്റീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, മീനിങ് പ്രോഫിറ്റബിൾ, ഗെയിൻഫുൾ, ഫ്രൂട്ട്ഫുൾ ഒക്കെയാണ്. ഓപ്പോസിറ്റ് വരുമ്പോൾ അൺപ്രോഫിറ്റബിൾ, അൺഫേവറബിൾ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓർത്ത് വെച്ചോണേ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ he says that critical thinking is intangible, but definitely everyone has an inherent way of that thought. Okay, that's great. പാസീവ് കൊടുക്കണ്ടെന്നോ, ഈച്ച് ആൻഡ് എവ്രി വൺ ഈസ് കം ടു നോ അല്ല, അത് പാസീവ് അല്ലടാ, അവർക്ക് മനസ്സിലായി എന്നുള്ളത്, അത് പാസീവ് വോയിസിലല്ല, ആക്റ്റീവ് വോയിസിൽ തന്നെ. കെയിം ടു നോ ദാറ്റ് എന്ന് പാസ്റ്റൻസ് കൊടുക്കുന്ന പോലെ, അപ്പോൾ പ്രസന്റിലാണെങ്കിൽ ദേ കം ടു നോ ദാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്, തിരിച്ചറിയുക എന്ന അർത്ഥത്തിലാണ്. അത് ഇവിടെ നമുക്ക് പാസീവ് വോയിസ് സെഷൻ വേണ്ടത്, നീ അത് കൊടുത്തേക്കുന്നത് ആക്റ്റീവില്ല കേട്ടോ, ആക്റ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്, അവിടെ പാസീവ് അല്ല, പാസീവിൻ്റെ ആവശ്യമില്ല അവിടെ. ഹിസ് ഡിസിഷൻസ് ആർ ഓൾവേസ് റിസ്ലേറ്റ്, ഗ്രേറ്റ്. സം ഫീലിംഗ്സ് ആർ ഇൻടാഞ്ചിബിൾ, that should come from the heart, great. People turmoil while shopping, illilla, turmoil noun aane, it's not an adjective, it's not a verb. Turmoil illa, people are confused, allengi ingane kodutha madi anshri, turmoil thanne upayogikanengil people are in turmoil ennu koduthu while shopping, people are in turmoil while shopping ennu kodutha set. ഓക്കെ, അതൊന്ന് കൊടുത്താൽ മതി, അന്ന് അപ്പോൾ ഓക്കെ ആവും. ഓൾറൈറ്റ്, നമുക്കതിനെ നൗണിനെ വേർബായിട്ട് കൊടുക്കാൻ പറ്റുന്ന വേർബ് ഉള്ളപ്പോഴാണ്. ഇത് വേർബായിട്ട് ഫോർമുലേഷൻ ഇല്ല, ടെർമോയിൽ എന്നൊരു വേർബ് ഇല്ല, അപ്പം അങ്ങനെയുള്ളതിനെ കൊടുക്കാൻ പറ്റില്ല. ഓർത്ത് വെച്ചോ, പീപ്പിൾ ആർ ഇൻ ടെർമോയിൽ വൈൽ ഷോപ്പിംഗ് എന്ന് കൊടുത്താൽ സെറ്റാവും. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ 5 months since turmoil erupted between the Kuki and the Meitei communities in Manipur. Great. പിന്നെ പീപ്പിൾ മസ്റ്റ് അനലൈസിന്റെ സ്പെല്ലിങ് ANALYSE ആണ് കേട്ടോ, ഷൈനി. Facts, people must analyze facts, double-edged sword for voting right person. അല്ലല്ല, അങ്ങനെയല്ല, people must analyze the facts of double-edged sword എന്ന് കൊടുത്തു. പോസിറ്റീവ് എഫക്റ്റ് ഉള്ള ഫാക്റ്റുകൾ അങ്ങനെ രീതിയിൽ, അല്ലാതെ ചുമ്മാ കയറി കൊടുക്കരുത്, മനസ്സിലായോ? ഗ്രാമാറ്റിക്കലി ഇവിടെ ഒരു കറക്റ്റ് അല്ലല്ലോ, ഗ്രാമാറ്റിക്കലി ഇത് കറക്റ്റ് ആക്കിക്കേ. പീപ്പിൾ മസ്റ്റ് അനലൈസ് ദ ഫാക്ട്സ്
about the double-edged sword for voting right person എന്ന് കൊടുത്ത സെറ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം. Someone likes to exacerbate the situation by adding oil to the fire. Okay. അവിടെ oil to the fire അല്ല, fuel to the fire. എരുതിയിൽ എണ്ണ ഒഴിക്കുക, fuel to the fire, add fuel to the fire. അതാണ് ഇഡിയം. മിനുവേ മറന്നുപോയോ? He has a gambit to achieve his goals. Great. You should maintain a resilient financial setup in your life. That's great. The leader was watching every gambit of the members. Great. Do you think this gambit is opposite, okay, to make a lucrative business? That's great. He thought it was a lucrative business, but unfortunately it ended up gaining nothing. All right. There is no ambit for this gambit in the incumbent scenario. Great. They started a lucrative business after resigning their IT job. Great. Indira Gandhi was a resilient lady for handling critical conditions. Great. And here we go to the last set. Last set അല്ല പറഞ്ഞുകൊണ്ട് dampen ചെയ്യുക എന്ന് പറഞ്ഞാൽ lessen ചെയ്യുക, reduce ചെയ്യുക, decrease ചെയ്യുക എന്നർത്ഥമുണ്ട്. അല്ലാതെ dampen എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ moisten, നനഞ്ഞു പോകുന്ന, നനയ്ക്കുക എന്നുള്ള അർത്ഥമില്ല, വെറ്റ് ചെയ്യുക എന്നർത്ഥം കൂടി ഉണ്ട്. ഡാമ്പന് രണ്ടർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡാമ്പൻ എന്ന് പറഞ്ഞാൽ ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക എന്നർത്ഥമുണ്ട്, റെഡ്യൂസ് ചെയ്യുന്ന അർത്ഥമുണ്ട്. അതേപോലെ മോയ്സ്റ്റൻ ചെയ്യുക, വെറ്റ് ചെയ്യുന്നത് വളരെ കോമൺ എക്സ്പ്രഷനാണ്, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഹൈറ്റൻ, കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക, ഹൈറ്റൻ ചെയ്യുക, ഓർ ഡ്രൈ ചെയ്യുക എന്ന് പറയും. അതേപോലെ മീനിങ് വരുന്നൊരു വാക്കാണ് ഡെൻറ്റ്. ഇന്ന് നമ്മൾ കണ്ട ഡെൻറ്റ്, ഡാമ്പനും കണ്ടു, ഡെൻറ്റും കണ്ടു. ഡെൻറ്റ് എന്ന് പറഞ്ഞാൽ നൗണുണ്ട്, വേർബും ഉണ്ട്. റിഡക്ഷൻ, ഡിപ്രഷൻ, കുഴി എന്ന് പറയില്ലേ, ഡിൻറ്റ്, ഒരു കുഴി വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ എന്തൊരു കുഴി ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നൊക്കെ പറയില്ലേ. ഡിൻറ്റ് എന്നൊരു വാക്കുണ്ട് അതിന്. ഞാൻ ഇവിടെ പച്ച ഉപയോഗിക്കേണ്ട, നമുക്ക് വേറെ കളർ എടുക്കാം. യെസ്, ഡിൻറ്റ്, ഒരു കുഴി, അതിൻ്റെ കുഴി വന്നിട്ടുണ്ട്, അതാണ് ഡിപ്രഷൻ എന്ന്. ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് കുഴി വന്നിട്ട്, സർഫസിൽ ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ട്, കുഴി വന്നിട്ടുണ്ട് അർത്ഥം. അതേപോലെ റിഡക്ഷൻ എന്നർത്ഥം കൂടിയുണ്ട്. സോ അതിന് ഓപ്പോസിറ്റ് വന്നാൽ ഡിമിനിഷ് ചെയ്യുക, ഇറോഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. അർത്ഥമില്ല, ഇൻറ്റൻറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരും. പിന്നെ ആൻറ്റണിമായിട്ട് വരുമ്പോൾ ഇൻക്രീസ്, റൈസ്, സെയിം സാധനം. ഡിക്രീസിൻ്റെ ഓപ്പോസിറ്റ് ഇൻക്രീസ് അല്ലേ, അത്രേ ഉള്ളൂ. അടുത്ത സാങ്ഷൻ നിങ്ങൾ ഒരുപാട് കേട്ട് വെച്ചിട്ടുണ്ട്. റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സാങ്ഷന് പോസിറ്റീവ് മീനിങ് ഉണ്ട്, നെഗറ്റീവ് മീനിങ് ഉണ്ട്, നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. കൺസെൻറ്റ്, അപ്രൂവൽ, പെർമിഷൻ അർത്ഥമുള്ള സാധനത്തിനെ പെനൽറ്റി, പണിഷ്മെൻറ്റ് എന്നും കൂടെ പറയും. അതിനെ ഇപ്പോൾ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സെയിം മീനിങ്ങാണ്. അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ പണിഷ് ചെയ്യുക, പീനലൈസ് ചെയ്യുക എന്നർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ പ്രൊഹിബിഷൻ, ബാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ റിവാർഡ് എന്നൊക്കെ നൗണായിട്ട് വരും. വേർബ് വരുമ്പോഴും പ്രൊഹിബിറ്റ് ചെയ്യുക, ബാൻ ചെയ്യുക, റിവാർഡ് ചെയ്യുക എന്നൊക്കെ വരും. സെയിം സാധനമാണ്, പക്ഷെ രണ്ടിടത്തിനും ഓപ്പോസിറ്റ് മീനിങ്സ് ആണ് വരുന്നത്. ആ ഒരു കാര്യമാണ് സാങ്ഷൻ എന്ന് പറയുന്ന വാക്കുള്ളത്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള വാക്കാണ്. അതുകൊണ്ട് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവറി ടൈം. ബ്രിട്ടീഷ് PM ഋഷി സുനക് ഈസ് എ റിസ്ലിയന്റ് പേഴ്സൺ ഹു succeeded അല്ല, who succeeded കേട്ടോ. സോ അവിടെ പാസിവൈസേഷൻ വേണ്ട. who succeeded in resolving the financial turmoils existing അല്ല, who succeeded in solving the financial turmoil existing in the country എന്ന് കൊടുക്കണം കേട്ടോ. സോ അങ്ങനെ കൊടുക്കാം. being in a mediocrity in a business will exacerbate the intact profit. Great. ഇപ്പോൾ ഓർഡർ കൊള്ളാം അല്ലേ? ഓക്കെ അനുപമ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹൈക്കോടസ്റ്റൻ ഉടനെ വിളിക്കാൻ ചാൻസ് ഉണ്ടോ? ഹരിത, നമ്മൾ ഇത്തവണ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അപ്പം ഇത്തവണത്തെ ഇത് വന്നിട്ടില്ല, അതുകൊണ്ട് മിക്കവാറും നെക്സ്റ്റ് ടൈം ഇനി വരുള്ളൂ, നെക്സ്റ്റ് ഇയറിൽ. ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ സെപ്റ്റംബർ കഴിയാൻ പോവല്ലേ. അപ്പോൾ ഇത്തവണ വിളിക്കില്ല എന്നാണ് നമ്മളൊരു അനുമാനം. നെക്സ്റ്റ് ഇയറിലായിരിക്കും അത് പറയും, ഉടനെ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. കാരണം ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കാര്യമുള്ളതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവിന് ആ ഒരു വെയിൽ പ്രിപ്പറേഷൻ നടത്തിക്കോളൂ കേട്ടോ. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് സെറ്റ്, ഫ്ലൗട്ട് ചെയ്യാം. ഫ്ലൗട്ട് അടുത്ത ആർട്ടിക്കിളിലാണ്. ഇറാനോടുള്ള US പോളിസിയുടെ ഇതിനെയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫൈ ചെയ്യുക, ഡിസ്റ്റേജ് ചെയ്യുക, സ്കോൺ ചെയ്യുക, വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക കേട്ടോ. നമ്മളൊരു കാര്യം ഡിഫൈ ചെയ്യുക, എതിർക്കുക കേട്ടോ, വയലേറ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, അതിനാണ് നമ്മൾ സ്കോൺ ചെയ്യുക, അതിനാണ് ഫ്ലൗട്ട് ചെയ്യുക പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒബ്സർവ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഒബേ ചെയ്യുക എന്നൊക്കെ പറയും. ഫ്ലൗട്ട് എന്ന വാക്കിന് പുതിയ വാക്കാണ്, നമ്മളത് ഡിസ്കസ് ചെയ്യുന്ന. ഫ്ലൗട്ടിൻ്റെ അർത്ഥം ഡിസ്ഡെയിൻ, അല്ലെങ്കിൽ ഡിഫൈ, അല്ലെങ്കിൽ ബ്രേക്ക്, വയലേറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത വോ അറിയാലോ, മിസറി, സങ്കടം, ബുദ്ധിമുട്ട്, സോറോ, ഡിസ്ട്രസ്, അൺഹാപ്പിനെസ്. സങ്കടത്തിനാണ് വോസ് ഒക്കെ പറയാം. വോയുടെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ്, ഡിലൈറ്റ്, ജോയ് ഒക്കെ പറയും. ഓർത്ത് വെച്ചോണേ. ഡിസ്ട്രസ് ഓപ്പോസിറ്റ് ഡിലൈറ്റ് ഒക്കെ പറയും. അപ്പോൾ അതുപോലെ ഓർത്ത് വെച്ചോളാം, വോ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഹാപ്പിനെസ്, ജോയ്. അടുത്ത റാറ്റിൽ അറിയാലോ, ഈ കിലുക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റാറ്റിൽ ചെയ്യാന്ന് പറയില്ലേ, ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുക, ക്ലാറ്റർ ചെയ്യുക. ഒച്ചപ്പാട് ഉണ്ടാക്കുക നൗൺ ആൻഡ് വേർബ് ആയിട്ട് ഉപയോഗിക്കാം. സോ അതിൻ്റെ മീനിങ് കേട്ടോ, ക്ലാറ്റർ, ഡിസ്റ്റർബൻസ് ഒക്കെ പറയും. വേർബായിട്ട് പറയുമ്പോൾ ക്ലാങ് ചെയ്യുക, ക്ലാറ്റർ ചെയ്യുക വേർബ് തന്നെയാണ്. ഡിസ്റ്റർബ് ചെയ്യുക, ക്ലാങ് ചെയ്യുക, പെർട്ടേർബ് ചെയ്യുക എന്നൊക്കെ പറയാം റാറ്റിൽ എന്ന വാക്ക്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സമാധാനം എന്താ? സൂത്ത് ചെയ്യുക, പ്ലക്കേറ്റ് ചെയ്യുക, അപ്പീസ് ചെയ്യുക.
ക്ലാറ്റർ ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി നമ്മളങ്ങ് ഡിസ്റ്റർബ് ചെയ്യാണ്, പെർട്ടേർബ് ചെയ്യാണ്, അപ്സെറ്റ് ചെയ്യാണ്, അൺനേർവ് ചെയ്യാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പീസ്, പ്ലക്കേറ്റ്, സൂത്ത് എന്നൊക്കെ പറയാം. സോ ഈ വേർഡ്സ് കോമൺ എക്സ്പ്രഷൻസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഓർത്ത് വെച്ചോളൂ കേട്ടോ, മറക്കണ്ട. യെസ്. Everyone wishes to get the result with dampened effort. Great. Dampened effort, reduced effort. Dampened കൊടുക്കണേ, adjective ആയിട്ട് കൊടുക്കുമ്പോൾ V1 കൊടുക്കരുത് കേട്ടോ. ഷഹാന V3 കൊടുക്കുക. Dampened. Yesterday's match dampened the curiosity of the fans. Great. In the current scenario, there is a lucrative chance in the share market. Great. You will be sanctioned when any dent occurs in the experts. Great. He spoiled the entire event by flouting the situation. Great. He plans to quit his job for doing lucrative business. Great. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ പീപ്പിൾ. ദീസ് ആർ ദ വേർഡ്സ്. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് വൊക്കാബുലറി. നിങ്ങൾക്കത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വേർഡ്സ്, മീനിങ്, അതുപോലെ അതിൻ്റെ ആൻറ്റണിംസ് ആൻഡ് കൺഫ്യൂസിങ് വേർഡ്സ് as well. അപ്പോൾ പരമാവധി ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കൂടുതൽ സെൻറ്റൻസ് ഡൗട്ടുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഫ്രെയിം ചെയ്ത്, റെക്കോർഡ് കാണുന്നവരൊക്കെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് എനിക്ക് നമ്മുടെ കോമെന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അതുപോലെ ആൻസർ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റൻ ആൻസറും കോമെന്റ് സെക്ഷനിൽ തരാൻ മറക്കണ്ട. ഇതൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ചാനൽ ഫോളോ ചെയ്തിട്ട് ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുക. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. There is a dent in agriculture production due to climate change. Great. The company is dampening job vacancies owing to their loss. Great. അപ്പോൾ that's it. That's the end of it. But thank you so much for watching. Keep watching and keep supporting. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. കോമെന്റ് സെക്ഷനിൽ യുവർ സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.